തച്ചമ്പാറക്കാരുടെ അഭിമാനമായ മലയ ഫർണിച്ചർ. നമ്മള് പണ്ടോട്ടെ കേൾക്കുന്നതാണ്, 25 വർഷമായെന്നാ പറയുന്നത്. 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലയ ഫർണിച്ചർ അല്ലെ? മലയ ഫർണിച്ചർ ആദ്യം ഇവിടെ അല്ലായിരുന്നു അല്ലേ? കുറച്ച് മുകളിലായിരുന്നു നമ്മള് കട. എന്താ എന്ത് ഫുഡാണിത്? തേക്കിന്റെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ ഒരു സൗകര്യം ഉണ്ട്. കാരണം ഇത് കാണുമ്പോ പ്രത്യേകിച്ച് പണ്ടൊക്കെ നമ്മളെ പ്രായമായവരൊക്കെ ചാരുമടിയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സുഖമായിരുന്നു ആടാനൊക്കെ ആയിട്ട് അല്ലെ? ഇരുന്നിങ്ങനെ ആടണം, അപ്പൊ നല്ല സുഖമുണ്ട്. വ്യത്യസ്തമായ ഇനത്തിലുള്ള ടീപ്പോയികൾ അല്ലെ? ടീപ്പോയികൾ തന്നെ ഒരുപാട് ഇനമാണ്. എല്ലാം തേക്കിന്റെ ആണോ? തേക്ക് വുഡുകളാണോ? തേക്കുണ്ട്, അക്വേഷ്യുണ്ട്, മഹാഗണി ഉണ്ട്. പിന്നെ പഴയ ഐറ്റം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മള് കരിമ്പന, പഴയ പ്ലാവ്, കരിമ്പനയുടെ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നത്. കരിമ്പനയുടെ ഐറ്റംസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അല്ലെ? എന്റെ പണിക്കൂലിയെ കണ്ടമാനം കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ സംഭവം സ്ട്രോങ് ആണ്. കരിമ്പനയാണ് കൂടുതൽ ഈട് നിൽക്കുന്നത് പറഞ്ഞേക്കാം. പിന്നെ ഈ സെറ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? വീടിന്റെ അനുസരിച്ച് ഇപ്പൊ ആൾക്കാർ സെറ്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. ഓരോ വീട് കൊണ്ടിട്ട് അളന്നെടുത്തിട്ട് ഇപ്പൊ ആൾക്കാരെല്ലാം ഭയങ്കര ഇതാണ്. അവരുടെ ആ രീതിയിൽ ചിലപ്പോൾ നോക്കിയിട്ട് നമ്മൾ പറയും, ഇന്നമാർ ചേരുന്ന രീതിയിൽ ചെയ്യാൻ പറയും. അപ്പൊ നമ്മളെന്ന് പോയി പറഞ്ഞു കൊടുക്കും. അല്ലെ പിന്നെ അവര് പറയുന്ന മോഡൽ നമ്മൾ അളവെടുത്തിട്ട് ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ നല്ല കോർണർ അല്ലെ? കോർണറായിട്ട് ചെയ്യാനും പറ്റിയ നല്ലൊരു ഐറ്റമാണ്. പിന്നെ കൂടുതലും നമ്മൾ ഏത് കളറിൽ വേണം ചെയ്യും. നമ്മൾ അതിന്റെ കളറിന്റെ ചാർട്ട് നമ്മൾ വെക്കുന്നുണ്ട്. ആ ചാർട്ട് പ്രകാരം ആൾക്കാർക്ക് നമുക്ക് അത് സെലക്ട് ചെയ്യാം, കളർ സെലക്ട് ചെയ്യാം, അവരുടെ ഇഷ്ടം സെലക്ട് ചെയ്യാം. നമ്മുടെ ക്വാളിറ്റി കൊടുക്കാം. നമ്മൾ എന്താ പിന്നെ ക്വാളിറ്റിയാണ് നമ്മുടെ ഇത്ര വർഷത്തെ ഒരു പിടിച്ചു നിൽക്കാൻ അല്ലെ? കാരണം വെച്ചാൽ ആൾക്കാർ മുഴുവനും സജിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു വലിയൊരു പ്രത്യേക ഒരു വിശ്വസ്തതയാണ്. കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയുടെ കാര്യം കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കുന്നതും. എനിക്ക് തോന്നുന്നു മലയ ഫർണിച്ചർ തന്നെയാണ് ഏറ്റവും അടുത്താണ് പിന്നെ എത്തിച്ചു കൊടുക്കാനും. പിന്നെ അതുമല്ല ഇത്രയും ആ ഒരു വർത്താനം പറയുമ്പോൾ ഒരു ഇടപെടാനുള്ള ഒരു പ്രത്യേകതയുണ്ടല്ലോ, അത് വേറെ ആർക്കും ഇല്ല. സത്യമാണ് കേട്ടോ. പണ്ടത്തെ അമ്മച്ചിമാരുടെ പെട്ടിയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഡ്രങ്ക് പെട്ടി അല്ലെ? ഡ്രങ്ക് പെട്ടി ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അത് നമ്മള് പഴയ മരത്തിൽ നമ്മള് പഴയ ഇല്ലങ്ങളെ പൊളിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മരത്തിന്റെ പീസ് വെച്ച് നമ്മള് ഇത് പഴയ മരം തന്നെയാണ്. ഇത് പഴയ ഇത് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ഇതിന്റെ എല്ലാ വിചാരികളും എല്ലാം നമ്മള് പഴയ ഐറ്റങ്ങൾ തപ്പി എടുത്ത് നമ്മൾ ചെയ്യുന്ന സാധനമാണ്. വില പിടിച്ച വിലയുണ്ട്. അതിനുള്ളിൽ കയറുമ്പോ തന്നെ ഒരു മരത്തിന്റെ ഒരു ലോകമാണ്. മരങ്ങളൊരു ലോകമാണ്. കൂടുതലും ഇത് വെറൈറ്റി ആയിട്ടല്ലേ? ഇത് ഉള്ളിലേക്ക് കോർണർ സെറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫർണിച്ചറായിട്ട് ഏത് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അലമാരി ഉണ്ട്, കട്ടിലുണ്ട്, പിന്നെ ബെഡ് ഐറ്റങ്ങൾ ഏത് കമ്പനി വേണം ബെഡ് ഐറ്റങ്ങൾ നമുക്കുണ്ട്. പിന്നെ വെസ്റ്റേൺ ബോർഡിന്റെ ഐറ്റം, തേക്കിന്റെ ഐറ്റം എല്ലാം നമ്മള് നമ്മുടെ അലമാരി നമ്മൾ പറയുന്നത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടീപോൾ ഏത് വേണം റെഡി. പിന്നെ അതേപോലെ ഫർണിച്ചർ ഐറ്റം പരമാവധി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പരമാവധി ചെയ്ത് പറഞ്ഞ ടൈമിലും ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും ഇവിടെ തന്നെയാണോ ചെയ്യുന്നത് അതോ നമ്മുടെ മണ്ണാർക്കാട് ചെയ്യുന്നത്? മണ്ണാർക്കാടും ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ല നമ്മൾ എന്തെങ്കിലും ലേറ്റ് വരും നമ്മൾ പാർട്ടിനോട് പറയും, നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഈ സജിന്റെ നമ്പർ ഒന്ന് പറയാമോ? 9447 836 926. ഈ നമ്പറിൽ വിളിച്ചാല് കിട്ടാറുണ്ട്. ഈ ഗ്ലാസ് ടീപ്പോയി ഒരു നന്നായിട്ടുണ്ട്. അതിന്റെ മുകളില് എച്ചിങ് അല്ലേ ഇത്? അത് ഗ്ലാസ് പ്രിന്റ് വരാം, അടിയിൽ പ്രിന്റ് വരാം. മാർബിള്, പിന്നെ കൂളിംഗ് ഗ്ലാസ്, പ്ലെയിൻ ഗ്ലാസ് ഏത് വേണം നമുക്ക് ചെയ്യാം. മോഡൽ ഉണ്ട്, ഇവിടെ മോഡൽ ഉണ്ട്. അപ്പൊ പലർക്ക് പല ഇഷ്ടമാണ്, അവർക്ക് തെരഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ അവർക്ക് മോഡൽ തരിക, ഞാൻ ചെയ്തു തരാം, ചെയ്ത് കൊടുക്കും. നമുക്കിത് കൂടുതല് ടീപ്പോയികള് മരം മാത്രമല്ല അല്ലേ? മരം അല്ല, മെയിനായിട്ട് നമ്മൾ മരത്തിലാണ് നമ്മൾ നോക്കുന്നത്. മരമാകുമ്പോൾ അവർക്ക് ആയുഷ്കാലം കടന്നോളും. അവർക്ക് എന്ത് കംപ്ലൈന്റ് വന്നാൽ എന്നോട് പറയാം, ഞാൻ ശരിയാക്കി കൊടുക്കും. ബോർഡായിട്ടൊക്കെ ആകുമ്പോൾ അതിലറിയാലോ, വെള്ളം തട്ടാൻ പാടില്ല, എല്ലാവരും നല്ലതെന്ന് പറയും. പക്ഷെ ഞാൻ നല്ല മരത്തിനോട് ഞാൻ താല്പര്യം കാണിയെന്ന് വെച്ചാൽ അത് അവിടെ കിടന്നോളൂ, ആൾക്കാർക്ക് ആ ഒരു കംപ്ലൈന്റ് വരില്ല. സംഭവം ഡൈനിങ് ടേബിളുകളാണ് തോന്നുന്നു. ഡൈനിങ് ടേബിൾ 6x4 6x6 3.5 6x3 5x3 4x3 അവ ഏത് സൈസ് വേണേലും മരത്തിന്റെ. അത് തേക്കിലും ഉണ്ട്, അക്വേഷ്യം ഉണ്ട്, മഹാഗണിയിലുണ്ട്. പിന്നെ വീട്ടിലൊക്കെ വേണം നമ്മൾ പറഞ്ഞാല് ചെയ്ത് കൊടുക്കും. നമ്മള് കൂടുതലും ബെഡുകളാണോ ആൾക്കാർക്ക് ചോയ്സ്? പലരും പലതാണ്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഒരു വീട്ടിലെ വേണ്ട ഐറ്റങ്ങളെല്ലാം ഉണ്ട്. ടീപ്പോൾ മുകളിൽ ഗ്ലാസ് വരും. ടീപ്പോൾ പല മോഡലുണ്ട്. നമുക്കൊക്കെ മുകളിൽ ഇരിക്കുന്നതാണ് ശരിക്കും അറിയുന്നില്ല. ആള് വന്നിട്ട് നമ്മളെല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബെഡ് ഐറ്റം ശരി, നമ്മള് കൊയറോണ്, റെപ്കോ, സുനിന്ദ്ര. നമുക്ക് രണ്ട് സ്റ്റാഫുകളുണ്ട്. നമ്മുടെ എല്ലാം ആണ് അവരാണല്ലോ എല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവിടെ കൂടുതലും ചെറിയ നമ്മുടെ പൂജ റൂമുകള്,
ചെറുതും മുതൽ വലുതുവരെ ഉണ്ട് നമുക്ക്. നമ്മൾ പിള്ളേരുടെ സ്റ്റഡി ടേബിളുകൾ, പിള്ളേരുടെ സ്റ്റഡി ടേബിൾ ഉണ്ട്. ശരി, നമുക്ക് മരത്തിന്റെ അക്കോഷ്യ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അക്കോഷ്യ, മഹാഗണി, തേക്കിന്റെ ക്വാളിറ്റി ഒരു മരത്തിനും കിട്ടില്ല. നമ്മൾ ഓരോ കടക്കാർ പറയും അത് നല്ല ഇതല്ല, പക്ഷെ തേക്കാണ് ഏറ്റവും ടോപ്പ്. എന്തൊക്കെ പറഞ്ഞു തേക്ക് വീട്ടി മോഡൽ പല ഇങ്ങനത്തെ മോഡലുണ്ട്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഈ റൗണ്ട് ആണോ, റൗണ്ട്, സ്ക്വയർ, പല മോഡലുണ്ട്. ഓരോരുത്തരും ഓരോ ടേസ്റ്റ് അല്ലേ നമ്മള്, ആ ടേസ്റ്റ് അനുസരിച്ച് നമ്മള് കൈകാര്യം ചെയ്യാം. പ്ലാസ്റ്റിക് ചെയർ ഏത് മോഡലാണ് നമുക്ക് ചെയ്യാം. ചെറിയ വില മുതൽ വലിയ വില വരെ ഉണ്ട്. നമ്മൾ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട്, ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് എല്ലാ ടൈപ്പും ഉണ്ട്. നമ്മളടുത്ത് എല്ലാ ടൈപ്പും ഉണ്ട്. ഈ സൈഡിൽ ഫുള്ള് ഓഫീസ് ചെയറുകളാണ്. ഓഫീസ് ചെയറുകൾക്ക് പൊതുവെ എങ്ങനെയാ ആൾക്കാര്? നമുക്ക് ഓഫീസ് വർക്കിന് പോകണ്ട്, പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി പോകണ്ട്, ഹോസ്പിറ്റലിന് പോകണ്ട്, എല്ലാ ടൈപ്പ് പല സ്ഥലത്തായിട്ട് പോകുന്നുണ്ട്. ദിവാൻ കോട്ട് അല്ലെ? ദിവാൻ കോട്ട് ഇപ്പൊ കൂടുതൽ ആൾക്കാര് ചോയ്സ് ചെയ്യാറുണ്ടല്ലോ അല്ലെ? ദിവാൻ കോട്ട് എങ്ങനെ പൊതുവെ ഇങ്ങോട്ടുണ്ട് ആൾക്കാര് നമ്മുടെ കാരണന്മാർക്ക് കിടക്കാനും സിനിമ കാണാനും എല്ലാ സൗകര്യം. അവർക്ക് റെസ്റ്റ് ചെയ്യുന്ന സിനിമ പാവം അധ്വാനിച്ചിട്ട് വന്ന് കിടക്കുമ്പോൾ നമുക്ക് കൂടുതൽ സിനിമ കാണാനൊക്കെ നല്ലതാണ്. അവർക്കത് നല്ലതാണ്. ദിവാൻ കോട്ടും ഒരുപാട് എല്ലാം സ്റ്റോക്കുകളുണ്ട്. പിന്നെ ദിവാൻ ചിലർ പല കളറും ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ ചെയ്ത് കൊടുക്കും. അവർ പറഞ്ഞ കളർ നമ്മുടെ തുണിയുടെ പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ നമുക്ക് നോക്കിയേ, ഇതിൽ നോക്കിയോ ഡൈനിങ് ടേബിൾ നമുക്ക് 6x4, 6x3, 6x3, 5x3, 4x3 ഏത് വേണം നമുക്ക് റെഡി. അതിൽ തന്നെ നമുക്ക് പ്ലെയിൻ ഗ്ലാസ് ഇട്ട് വരുന്നുണ്ട്, നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ട് വരുന്നുണ്ട്. പിന്നെ നോക്കിയേ ഗ്രാനൈറ്റ് ടൈപ്പ്, മാർബിൾ ടൈപ്പ്, ഏത് വേണം റെഡി. ഏത് വേണം ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഡൈനിങ് ടേബിളിന്റെ ഏരിയ ആണല്ലേ? ഡൈനിങ് ടേബിൾ ഏരിയ. പിന്നെ ഡൈനിങ് ടേബിൾ നമുക്ക് സ്റ്റീലായിട്ട് ഉണ്ട് കേട്ടോ. സ്റ്റീലിന്റെ ഫ്രെയിമിൽ ഗ്ലാസ് ഇട്ടിട്ട് നമ്മൾ സാധാരണക്കാർക്കും എല്ലാവർക്കും പറ്റുന്ന നമുക്കൊരു വിലയിലൊക്കെ ന്യായമായ വിലയിലുള്ളൂ, എല്ലാവർക്കും പറ്റുന്നതാണ്. സ്റ്റീൽ ഫ്രെയിമിൽ 12mm ഗ്ലാസ് ഇട്ടിട്ട്, അതും കൂളിങ്ങോ പ്ലെയിനോ ഏത് വേണിട്ട് നമ്മൾ റെഡിയാണ്. അത് സ്ക്വയർ ഉണ്ട്, ഓവൻ ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. സ്റ്റീലിന്റെ ഐറ്റങ്ങൾ. സ്റ്റീൽ ലൈറ്റിന്റെ പൊതുവെ റേറ്റ് കുറവാണ്. റേറ്റ് കുറവാണ്. സാധാരണ ആൾക്കാർക്ക് പറ്റുന്നതാണ്, സാധാരണ പാവങ്ങൾക്കൊക്കെ പറ്റുന്നതാണ്. എത്ര ചെയർ വരുന്നത്? അത് 6 ചെയർ ഇടുന്നുണ്ട്, 4 ചെയർ ഇടുന്നുണ്ട്. ഏത് വേണം റെഡിയാവും. അതും ഇതേപോലെ സൈസുകളൊക്കെ നമുക്ക് കൊടുക്കാം. ഡൈനിങ് ടേബിൾ കൂടുതൽ ആൾക്കാര് മരത്തിന്റെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് മരമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ അവിടെ കിടന്നോളും, ആൾക്കാർ റഫായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. മറ്റേത് കുട്ടികളുടെ അടുത്തൊക്കെ പെട്ടെന്ന് അല്ലെ ഈ സ്റ്റീലൊക്കെ ആടലൊക്കെ സൂക്ഷിക്കും. പിന്നെ നമുക്ക് ചെയറുകളുണ്ടോ, ഏത് മോഡൽ ചെയർ വേണേലും കൈയുള്ളതോ കൈ ഇല്ലാത്തോ ഏത് വേണേലും റെഡിയാണ്. പിന്നെ സെറ്റുകളുണ്ട്, 3+1 സെറ്റുകൾ, കോർണർ ഏത് വേണേലും. പിന്നെ ഡൈനിങ് ചെയറുകൾ നല്ല തേക്കിന് നല്ല കാതലിൽ നമ്മൾ ചെയ്യുന്ന ചെയറുകൾ ഈ അട്ടിയായി കിടക്കുന്നത്. നമുക്ക് ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടിയാണ് നമ്മളായിട്ട് ഫുൾ. അങ്ങനെയാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ പൈപ്പിന്റെ ഐറ്റം ആണെങ്കിൽ ആ മുകളിലുണ്ട് പൈപ്പിന്റെ ഐറ്റങ്ങൾ. ചെയറുകൾ ആയിരിക്കും. ചെയറുകൾ വില കുറഞ്ഞതുണ്ട്, നല്ലപോലെ കുറഞ്ഞുണ്ട്. പക്ഷെ തീരെ കുറഞ്ഞ ക്വാളിറ്റി മാറ്റം വരും. എന്തായാലും തന്നെയാണ്. പിന്നെ ബേബി ചെയറുകള്, പിന്നെ അതേപോലെ സ്റ്റഡി ടേബിളുകള്, ഫോൾഡിംഗ് ടൈപ്പ്. പിന്നെ ടേബിളുകൾ തന്നെ 4x2, 3x1, 3x2 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീലിന്റെ ഫുൾ സ്റ്റീല് ബോർഡ് അടിച്ചത് എല്ലാ ടൈപ്പും ഉണ്ട്. അത് ഫൈബർ ടീപ്പോയാണ്. ഫൈബർ ടീപ്പോന്റെ വലിപ്പം കൂടിയത്, വലിപ്പം കുറഞ്ഞ സാധാ ടൈപ്പ്. ഇതാണ് സംഭവം കണ്ടോ, ഇതാണ് സംഭവം. അത്യാവശ്യം വെയിറ്റ് കുറവാണല്ലേ? അത്യാവശ്യം വെയിറ്റ് കുറവാണ്. സാധാരണ ആൾക്കാർക്ക് കൊണ്ട് നടക്കാനൊക്കെ സൗകര്യമാണത്. കൂടുതലും യൂസ് ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് എവിടെ മിറ്റത്തും എവിടെയും കൊണ്ടിടാം. മെറ്റീരിയൽ എന്താ? പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഈ ഫർണിച്ചറിൽ കൂടുതലും മരങ്ങൾ തന്നെയാണല്ലോ? നമ്മൾ മരത്തിലാണ് നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്നത്. പിന്നെ പൈപ്പ് ഏത് വേണം ചെയ്യട്ടോ, സ്റ്റീലുണ്ട്, പൈപ്പിന്റെ ഉണ്ട്, ഏത് വേണം റെഡി. കൂടുതൽ നമുക്ക് ഈട് നിൽക്കുന്നത് മരം. അത് സംശയം വേണ്ടല്ലോ. നമുക്ക് മരം പിന്നെ നല്ല മരം കേട്ടോ. മരമുണ്ട്, എല്ലാം മരമാണ്. തേക്കുന്നതിന് പല തേക്കുണ്ട്, ഉള്ള വെള്ളത്തേക്കുണ്ട്. പക്ഷെ നമ്മള് നല്ല തേക്ക് നോക്കി നമ്മൾ ചെയ്യുന്നുള്ളൂ. 25 വർഷമായിട്ട് തുടങ്ങുന്നുണ്ട്. 25 വർഷത്തിൽ ആൾക്കാർ ടേസ്റ്റിൽ എന്താണ് വ്യത്യാസം തോന്നിക്കുന്നത്? കാരണം അന്നത്തെ കാലത്ത് ആൾക്കാർ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് സാധാരണ മോഡലില്ലാത്ത സാധാരണ ബെഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും കമ്പനി തന്നെ അല്ലെ? ഇപ്പം കമ്പനി ബെഡിലേക്ക് പോയി മെയിൻ ആയിട്ട്. ഞാൻ കമ്പനിയായിട്ട് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ എല്ലാവർക്കും നടുവേദനകളാ പ്രശ്നം വരുന്നുണ്ട്.
ഇപ്പൊ നടുവേദനയ്ക്ക് പറ്റിയ ബെഡുകളുണ്ട്. നടുവേദനയ്ക്ക് പറ്റിയ ബെഡ് അത് റപ്പോയിലുണ്ട്, കൊയറോളിലുണ്ട്, പിന്നെ കുറഞ്ഞ ബെഡുകൾ ഫുൾ ഫ്ലെക്സിൽ വരുന്നുണ്ട്. നമ്മൾ ഏത് ബെഡ് വേണം കൊടുക്കാം, നടുവേദന ഉണ്ടാവുന്നില്ല കേട്ടോ. അത് പല പല ആൾക്കാർക്കും അത് നമ്മൾ സാമ്പിൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നടുവേദനയ്ക്ക് മെയിനായിട്ട് ഇപ്പോൾ എല്ലാം ഇപ്പോൾ ആൾക്ക് നടുവേദന ഇല്ലാത്തവരില്ലല്ലോ. ഇപ്പൊ ബെഡ് അങ്ങനത്തെ ബെഡുകളുണ്ട് നമ്മുടെ അടുത്ത്. നമ്മൾ ഏത് സൈസിൽ വേണേലും. ഇപ്പൊ നമ്മള് സാധാരണ സൈസ് 6.4, 6 നീളങ്ങള് 4 വീതി അൺസൈസ് ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ കട്ടില്. ആ അൺസൈസ് എന്ന് പറഞ്ഞാൽ നീളം 2 എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത ടൈപ്പ്, അത് അളവ് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ലൊക്കേഷൻ നമ്മള് പാലക്കാട് മണ്ണാർക്കാട് റൂട്ട്, മണ്ണാർക്കാട് റൂട്ടിലെ തച്ചമ്പാറ എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് നിന്ന് പാലക്കാട് വരികയാണെങ്കിൽ മണ്ണാർക്കാട് നിന്ന് ഒരു 8 കിലോമീറ്റർ തച്ചമ്പാറ. 2 മേലെ തച്ചമ്പാരം താഴെ തച്ചമ്പാറ സെൻട്രലായിട്ട് വളവിലായിട്ട് മലയ ഫർണിച്ചർ എടുക്കും നമ്മള്. മലയ ഫർണിച്ചർ എന്നുള്ള പേരിന് എന്തെങ്കിലും ഒരു വെറൈറ്റി പേര് മാത്രമേ ഉള്ളൂ. വെറൈറ്റി നമ്മള് മലയ ഫർണിച്ചർ ഇട്ടു. നമ്മുടെ നല്ലവരായ കസ്റ്റമേഴ്സ് നമ്മുടെ ജനങ്ങൾ ആ പേര് ഏറ്റെടുത്തു, അത്രേ ഉള്ളൂ. നമുക്ക് കസ്റ്റമേഴ്സിനുള്ള പെരുമാറ്റം കൂടിയാണ് ഒരു ഫർണിച്ചർ ഷോപ്പിന്റെ വളർച്ചയ്ക്ക് കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ചിരിക്കുന്ന ഒരു മുഖം കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമറിന് നോ പറയാൻ തോന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു 25 വർഷമായിട്ട് ഈ ഷോപ്പ് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് സജിയുടെ ഇത്ര വലിയൊരു പെരുമാറ്റത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടുത്തെ ഷോപ്പിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാം. 94 47 836 926. പിന്നെ ഒരു നമ്പർ ഉണ്ട് 81 11 936 926. എന്തെങ്കിലും കാരണത്താൽ ഇപ്പോ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ നമുക്ക് വാട്സപ്പ് ഉണ്ടോ? വാട്സപ്പ് ഉണ്ടല്ലോ. അപ്പൊ വാട്സപ്പില് അയച്ചാൽ മതി അല്ലേ? നമുക്കിപ്പോ ഒരു വീട്ടില് ഒരു വലിയൊരു പുതിയ വീട് തുടങ്ങുന്ന സമയത്ത് വീട്ടിൽ കൊണ്ട് അളവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് സോഫ ബെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അളവെടുത്ത് നമ്മള് കട്ടിലായാലും ശരി, ബെഡ് ആയാലും ശരി, സെറ്റ് ചെയ്യാൻ ശരി, എല്ലാ ആൾക്കാർക്കും ഇപ്പൊ കസ്റ്റമൈസ് എല്ലാവർക്കും ഇപ്പൊ അവരുടെ വീട് ചെയ്ത രീതിയിലാണ് ആൾക്കാർ അങ്ങനെ ആയിപ്പെടുന്നത്. പുതിയ തലമുറ അങ്ങനെ നമ്മൾ അതിനൊക്കെ റെഡിയാണ്. പിന്നെ നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സാണ്, എൻ്റെ നാട്ടുകാര്, എൻ്റെ എല്ലാ എന്താ പറയുക നമ്മള് മൊത്തം കരിമ്പ പഞ്ചായത്ത്, തച്ചമ്പാറ പഞ്ചായത്ത്, കാരാവർഷി പഞ്ചായത്ത്, പിന്നെ അതേമാതിരി മണ്ണാർക്കാട് എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് ആരും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. അവരുടെ സഹകരണമാട്ടെ എൻ്റെ വിജയം. അല്ലാണ്ട് മലയ ഫർണിച്ചറിന് കഴിവൊന്നല്ല. എൻ്റെ കസ്റ്റമേഴ്സ് എന്നോട് നല്ലപോലെ സഹകരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ വിജയം. അവരില്ലെങ്കിൽ ഞാനില്ല. എൻ്റെ കസ്റ്റമേഴ്സിന് എനിക്ക് നന്ദി പറയാൻ മാത്രമേ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവർക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും എല്ലാവരുടെ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളാണ് എൻ്റെ വിജയം. നിങ്ങൾ എന്നെ സഹായിക്കുക. ഇതൊരു വലിയൊരു ഭാഗ്യമായി കരുതുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് കസ്റ്റമേഴ്സ് ആണ് കിങ്. സംശയം എന്താ? കാരണം നമ്മളൊക്കെ പ്രജകൾ തന്നെയാ. കസ്റ്റമേഴ്സ് നമ്മളോട് പെരുമാറണം, എങ്ങനെ പെരുമാറണം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നന്നായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നന്നായിട്ട് നമ്മൾ പെരുമാറും. പിന്നെ ആ ബന്ധം എന്ന് നിലനിൽക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ മലയ സഹിച്ചേണ്ട ഒരു പ്രാവശ്യമെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും ഫസ്റ്റ് ചോയ്സ് മലയാണ്. കാരണം മണ്ണാർക്കാട് പോലും, ഞാനിവിടെ അടുത്തുള്ള ആളാണ്, മണ്ണാർക്കാട് പോലും പോകാൻ നമുക്ക് തോന്നില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സർവീസിന്റെയാണ്. അപ്പോൾ മലയ ഫർണിച്ചർ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഒരുപാട് കസ്റ്റമേഴ്സ്, ഞാൻ പറയുന്ന ഈ ലോക്കൽ കസ്റ്റമേഴ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ദൂരത്തുനിന്ന് വന്ന ആൾക്കാർ കൂടുതൽ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇതാണ് എന്റെ 2 സ്റ്റാഫുകൾ. അത് ഷെഫീഖ്, ഇത് മണിയേട്ടൻ. ഇവർ രണ്ടാണ് നമ്മുടെ മലയ ഫർണിച്ചറിന്റെ നെടുന്തൂണുകൾ. ചെന്താമരേട്ടൻ. എങ്ങനെയുണ്ട് കടയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ? എങ്ങനെയുണ്ട് കടയെ കുറിച്ച് അഭിപ്രായം? കുഴപ്പമൊന്നുമില്ല, നല്ല അഭിപ്രായമാണ്. നമ്മുടെ സാധനങ്ങൾ കൂടുതൽ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. അവിടുന്ന് അപ്പൊ ഒരുപാട് ലോങ്ങുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അവരുടെ അഭിപ്രായം കുഴപ്പമില്ല. എൻ്റെ കടയുടെ വിജയം എൻ്റെ കസ്റ്റമേഴ്സ് മാത്രമാണ്. എൻ്റെ കസ്റ്റമേഴ്സ് എന്നിൽ നിന്ന് വാങ്ങിയ ആൾക്കാർ എന്നെ മറക്കുന്നില്ല. അവരവരുടെ ഫാമിലീസിനെയും കുടുംബം എല്ലാവരും എന്നിലേക്ക് അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെയും പറയുന്നത്, എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സാണ് എൻ്റെ ഏറ്റവും വലുത്. അവരുടെ സഹകരണമാണ് എൻ്റെ വിജയം. ഓണമൊക്കെ അല്ലേ വരുന്നത്? അപ്പോൾ നമ്മുടെ സജിന്റെ 25 വർഷത്തെ കസ്റ്റമേഴ്സിനോടും ഇനി വരാനുള്ള കസ്റ്റമേഴ്സിനോടും എന്താ പറയാനുള്ളത്? എൻ്റെ എല്ലാവിധ കസ്റ്റമേഴ്സിനും, എന്നെ 25 വർഷമായി എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന എൻ്റെ എല്ലാവിധ കസ്റ്റമേഴ്സിനും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. പണ്ടൊക്കെ ഓണത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓണം ഒരു ഉത്സവം തന്നെയാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞ അത്തം 10ഓണം, എന്താ പറയാ, 10ഓണം എന്നല്ല പറയാ, പൊന്നോണം. അങ്ങനെയാണ്. അന്ന് 10 ദിവസം. അന്ന് മാത്രമല്ല, എല്ലാ മാവിന്റെ മുകളിലും ഓരോ ഊഞ്ഞാലുണ്ടായിരുന്നു, കുട്ടികളുടെ കളികളുണ്ടായിരുന്നു, കൂട്ടങ്ങളുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ ഈ ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലേക്ക് ഒതുങ്ങിയതാണ് ഇന്നത്തെ പല അസുഖങ്ങൾക്കും
പല ആത്മഹത്യക്കും കാരണം തോന്നുന്നു. എല്ലാവരും മൊബൈലിലൊക്കെ മൊബൈലിനുള്ളിൽ ജീവിതം തീർക്കുകയാണ് ഇന്നത്തെ കുട്ടികൾ. അപ്പോൾ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് മൊബൈലിനുള്ളിൽ ജീവിച്ച് തീർക്കാനുള്ളതല്ല ജീവിതം. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക, മാക്സിമം ആൾക്കാരുമായിട്ട് എൻജോയ് ചെയ്യുക, അവരവരായിട്ടുള്ള പ്രായമുള്ള കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരുമായിട്ടൊന്ന് വർത്താനം പറയുക, സൗഹൃദം പുതുക്കുക അല്ലെ. നമുക്ക് ഇപ്പോഴത്തെ തലമുറകളെ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. തലമുറ തമ്മിൽ ക്ലാസ് സ്കൂളിൽ നിന്ന് വരുന്നു, നേരെ വീട്ടിൽ കിടന്ന് മൊബൈൽ എടുക്കുന്നു. ഇപ്പോഴത്തെ തലമുറകളെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അയൽപക്കത്തെ വീടുകളിലെ ആൾക്കാർ ഏതൊക്കെ കുട്ടികൾ അപ്പുറം ഇപ്പുറം ഉള്ളതെന്ന് പോലും ഇപ്പൊ കാണാൻ നല്ല പാടാണ് ഇപ്പൊ കണ്ടുകിട്ടുന്നത്. ഈ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിത രീതി ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ നമ്മുടെ ഇത് ചെയ്തിരിക്കുന്ന നമ്മുടെ മധുരമുട്ടായി എന്ന് പറയുന്ന നല്ലൊരു യൂട്യൂബറാട്ടെ ചെയ്തിരിക്കുന്നത്. നിങ്ങളത് കാണുക. എൻ്റെ സുഹൃത്താണ് ബിനോയ് എന്ന് പറയും, എൻ്റെ സുഹൃത്താണ്. അത് നിങ്ങൾ കാണുക, മധുരമുട്ടായി കാണുക നിങ്ങൾ. പിന്നെ എല്ലാവർക്കും ഒന്നും കൂടി നന്ദി. എല്ലാവരുടെയും സഹകരണം ഇനിയും ഞാൻ പ്രതീക്ഷ കൊള്ളുന്നു.